ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് പുറത്തുനിന്നായിരുന്നു. നല്ല മീൽസ്, സാമ്പാറും ചോറും പപ്പടവും പായസവും കൂട്ടുകറിയും അവിയലും പിന്നെ ഒരു വെള്ളക്കറിയും അതോടൊപ്പം പൊട്ടാറ്റോ മസാലയും പിന്നെ നല്ല മോരും ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങച്ചാറും നല്ല ചൂട് രസവും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. ആദ്യം തന്നെ ആ സാമ്പാറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് അവിയലിൽ നിന്നും എടുത്ത് കൂട്ടിക്കുഴച്ചു. പിന്നെ ആ വെള്ളക്കറിയിൽ നിന്നും കുറച്ചെടുത്ത് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങാച്ചാറും പപ്പടത്തിൻ്റെ ഒരു പീസും പൊടിച്ച് എല്ലാം കൂടെ യോജിപ്പിച്ച് അങ്ങനെ ഒരു കഴിച്ചു നോക്കി. വാവ്, അടിപൊളി ഊണായിരുന്നു. അപ്പോൾ 80 രൂപക്ക് ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഇത്താത്താടെ ചോറാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തത്. എനിക്ക് നെയ് റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടെ പിടിക്കാൻ ചമ്മന്തിയും നല്ല ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്. എന്നാൽ കഴിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ ആ കറികളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. നെയ് റോസ്റ്റ് അറിയാലോ, ഇത്രയും വലിപ്പത്തിലാണ് നമുക്ക് തരാം. അപ്പോൾ പിന്നെ അതൊന്ന് കിടത്തിയിട്ടിട്ട് വേണം. ഒരു പീസ് അതിൻ്റെ സൈഡിൽ നിന്ന് നുള്ളി പറിച്ചെടുത്ത് ചട്നിയിലും മുക്കി ഒന്ന് കഴിച്ചു നോക്കി. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സാമ്പാറും ചട്നിയും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തും കഴിച്ചു നോക്കി. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഗൈസ്. എനിക്ക് വലിയ വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്താത്ത ചോറും ഞാൻ ഇതും കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ മെനു സൂപ്പറായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഡിന്നറിന് എന്താണെന്ന് വെച്ചാൽ പൈച്ചിമീൻ മുളകിട്ടതും കക്കർച്ചി ഫ്രൈയും ആയിരുന്നു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഉള്ളിമുളകൊക്കെ ഒന്ന് കുത്തി ചതച്ച് വേവിച്ച കക്കർച്ചി ഇട്ടെടുത്ത കിഡിലൻ ഐറ്റം റെഡിയാണ്. അപ്പോൾ ഡീറ്റെയിൽ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആ മുളക് കറി ചോറിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ആ കറിയിലെ മീനിൻ്റെ ഒരു പീസും നുള്ളി പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കക്കർച്ചി ഫ്രൈയും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു കഴിച്ചു. വാവ്, അസാധ്യ ടേസ്റ്റ്. അപ്പോൾ ഈ കക്കർച്ചി ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറിയുടെയും ആവശ്യമില്ല. അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.